പ്രിയ സഹോദരങ്ങളെ, ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഫേസ്ബുക്കിലൊരു കുറിപ്പ് കണ്ടു. അത് സഭകളെക്കുറിച്ചാണ്, യാക്കോബ ഓർത്തഡോക്സ് സഭകളെക്കുറിച്ച്. അത് എഴുതിയിരിക്കുന്നത് അലക്സ് മാത്യു. നല്ല അറിവുള്ള ആളാണ്. ആളെ എനിക്കറിയത്തില്ല എങ്കിലും പരിചയപ്പെടാൻ ആഗ്രഹമുണ്ട് എങ്കിലും ഞാൻ പൊതുവെ പറയുകയാണ്, സഹോദരങ്ങളെ, ഇന്ന് ആത്മീയ സംഘടനകൾ കൂടുതലുണ്ട്. ആത്മീയ മതങ്ങൾ, അതായത് ക്രിസ്തീയ സഭകളിൽ തന്നെ എന്തെല്ലാം കൂട്ടായ്മകൾ, എന്തെല്ലാം പേര് മതങ്ങളുണ്ട്. ഇതെല്ലാം ദൈവം സ്ഥാപിച്ചതാണോ? അല്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനായി കിടന്ന് അഴിയുണ്ടാക്കുന്നത്? നിങ്ങൾ ബൈബിളിലെ കാര്യം പറയുന്നുണ്ടോ? ബൈബിളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? എടാ പട്ടി അലക്സേ, മലങ്കര ഓർത്തോസ് എന്നുണ്ടായതാ എന്തുണ്ടായാലും വിടെല്ലാം നീ ചോദിച്ചു. മലങ്കര സഭയിൽ നിന്നും വിരമിച്ചു പോയി ഇപ്പോൾ ഞങ്ങളാണ് ആകമാന സുറിയാനി സഭ എന്ന് പറഞ്ഞ് ആഗോള ക്രിസ്ത്യാനികൾക്ക് ഭീഷണിയായി നിൽക്കുന്ന വിഘടിത വിഭാഗത്തോടെ 15 ചോദ്യങ്ങൾ. 1912 മലങ്കര സഭയിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ച പരിശുദ്ധ അബ്ദേത്ത് മഷിയ പാത്രിക്കീസിന് പട്ടം ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്ന് ഈ ലോകത്തിലുള്ള ഏത് പുരോഹിതനും മെത്രാനോ ആര് പട്ടം കൊടുത്തോ? ദൈവം ഒരിക്കൽ ആദിയിൽ ഒരു സഭ, ഒരു കൂട്ടരെ വാഴ ഉണ്ടാക്കിയിരുന്നു ഗോത്രങ്ങളിൽ. അതായത് അച്ചപട്ടത്തിന് മാത്രമുള്ള ഒരു, അതായത് മോശയുടെ പിതാവ് മാതാവ്, അത് ആ കുടുംബത്തിൽ നിന്നുമാണ്. അവരുടെ അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല എങ്കിലും ഞാൻ പറയാം. നിങ്ങളുടെ ഈ സഭയിൽ തന്നെയാണെങ്കിലും ഓർത്തഡോക്സ് സഭയിലാണെങ്കിലും പട്ടം കൊടുത്തത് ആരാ? ദൈവമാണോ? ദൈവം ആരെങ്കിലും പട്ടം കൊടുത്ത് വാഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നു തോമാസ് ലീഹ വന്നപ്പോൾ പട്ടം നൽകിയെന്ന്. അത് ആരുടെ തലയിലാ വെച്ചു കൊടുത്തത് പട്ടം? നീ പറ. നീ ഈ ചോദ്യം ചോദിക്കാൻ മെനക്കെട്ട സമയം കൊണ്ട് ബൈബിളിലെ 10 വാക്യം എടുത്ത് മനുഷ്യൻ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നേ എത്ര നന്നായിരുന്നേടാ. യാക്കോബക്കാർ മറ്റേ പഠിത്ത് നീയും ഞാനും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാ. ഓരോ കൂട്ടർ ഓരോ സഭകൾ സ്ഥാപിച്ചു. തലപ്പത്തിരുന്ന് ബെൻസിനും മറ്റു വലിയ വലിയ കാറുകളിൽ സുഖിച്ച് ജീവിക്കുന്നു. നീയൊക്കെ അവന് സാന്നികളായി നിന്നുകൊണ്ട് ഇപ്പം ന്യായീകരിച്ച് വരിക ഓർത്തഡോക്സ് സഭ മറ്റേതാണെന്ന്. കാണുന്നു, ഓർത്തഡോക്സ് സഭ വലിയ സഭ തന്നെയാണ്. യാക്കോബ സഭ വന്നെന്ന് പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ 1958 എന്തുകൊണ്ട് നിങ്ങൾ അവരെ സ്വീകരിച്ചത് നിൻ്റെയൊക്കെ ഉള്ളിലെ നിഗൂഢ വഞ്ചനയുടെ തെളിവാണ്. അതായത് അവർ നമ്മുടെ കൂട്ടത്തിൽ വന്നാൽ ഉടനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ട് അവരുടെ എല്ലാ സ്വത്തുക്കളും നമ്മുടെ അധീനത്തിൽ കൊണ്ടുവരിക. അല്ലെങ്കിൽ നീയൊക്കെ പറ, അല്ലെങ്കിൽ നിൻ്റെ ഓർത്തഡോക്സിലെ ഇന്നത്തെ കാതോലിക്ക പറ. അതുപോട്ടെ, നീ അതിന് ശേഷം പറഞ്ഞു 1912 മലങ്കരയിൽ കാതോലിക്ക സ്ഥാപിച്ച പരിശുദ്ധ അബ്ദേത്ത് മഷിയ പാത്രിക്കീസിന് പട്ടമുണ്ടോ? പരിശുദ്ധ അബ്ദേത്ത് മഷിയ പാത്രിക്കീസിനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ കുർക്കുമാതേറായിൽ പാത്രിക്കന്മാരെ അടക്കുന്ന രീതിയിൽ അടക്കി? ഞാൻ ചോദിച്ചോട്ടെ, നിസ്സാര കാര്യം. ഓർത്തഡോക്സ് സഭയിൽ എത്ര കള്ളന്മാരും കൊലപാതകരുമുണ്ട്. ഈ കഴിഞ്ഞ കാലത്ത് ഒരു കൊലക്കേസ് നടന്നു. ആ മെത്രാൻ നല്ലവനായിരുന്നു. അവനെക്കുറിച്ച് ചരിത്രം വല്ലതും നിനക്കറിയാം? നിനക്കൊന്ന് പറയാമോ?
അവൻ എന്തുമാത്രം തെമ്മാടിത്തരം കാണിച്ചിട്ടുണ്ടെന്ന്. പോയി സഭയുടെ പേര് പറഞ്ഞ് പോയി അവിടെ പോയി സ്കൂൾ സ്ഥാപിച്ച് ഏതെല്ലാം വികൃതിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? അവൻ റെയിൽവേ ട്രാക്കിൽ ചത്ത് കിടന്നപ്പോഴും അവനെ കൊണ്ടുവന്ന് നാട് കാണിക്കലും മറ്റേ കാണിക്കലും കാണിച്ച് ഒരു ദേറായിൽ കൊണ്ടുവന്ന് ഇരുത്തി. അവനെ ഞാൻ ചോദിച്ചോട്ടെ, ഓർത്തഡോക്സ് സഭ ഇപ്പം പറയുന്ന പോലെ കള്ളു കുടിക്കുന്നവന്മാരെ തെമ്മാടിക്കൂടിയിൽ അടക്കമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് വല്ലോ അങ്ങനെ ഒരു സാധനമുണ്ടോ? എന്തുകൊണ്ട് അവനെ കൊണ്ട് ഓതറയിൽ കവറടക്കി? നീ പറയടാ, നീ ആരെ കുറ്റം പറയണ്ട, നമ്മുടെ സഭയിലുള്ളവരെ തന്നെ പറ. ഇപ്പോഴും പുരോഹിതന്മാർ എത്രയോ പേർ, ചരിത്രം ഇനിയും ഞാൻ എടുത്ത് പറയാം, എത്രയോ പേർ തൻ്റെ സഭയിലെ തന്നെ കുടുംബിനികൾ കുമ്പസാരിച്ച് അവരുടെ കുമ്പസാരിച്ച ശേഷം അയാൾ തന്നെ ഉപയോഗിച്ച് അവളെ പീഡനം ചെയ്തതല്ല, മറ്റുള്ളവർക്കും അവളെ കാഴ്ചവെച്ചു. എത്ര സ്ത്രീകൾ ആത്മഹത്യ ചെയ്തു. നീ എന്നിട്ട് ഇവരെ ഈ പുരോഹിതന്മാരെ ഇന്നും അവരുടെ കല്ലറ അവിടെ പോയി എന്നും നീയൊക്കെ പ്രാർത്ഥിക്കുമല്ലോടാ, മെഴുകുതിരിക്കോ കത്തിച്ചു വെച്ച്. നിങ്ങൾ അവരെ വേറെ വല്ലയിടത്ത് വന്നു അടക്കിയത്. നീ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം തരാം. നീ ചോദ്യമുണ്ടെങ്കിൽ നേരിട്ട് എന്നോട് സംസാരിക്കുക. ആ പേജ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ പാത്രികീസിനെയും ബാവായെയും മർത്തോമ യാക്കോബ ഓർത്തഡോക്സ് കത്തോലിക്ക ഒന്നിനെയും ദൈവം സൃഷ്ടിച്ചതല്ല സഭ. നീ അതാദ്യം മനസ്സിലാക്കടാ. നീയൊക്കെ ഇന്ന് രാഷ്ട്രീയം പറയുന്ന പോലെ കൂട്ടം കൂടി ഒരു സഭയുണ്ടാക്കി ഞാൻ വലുതെന്ന് പറഞ്ഞ് അടിയുണ്ടാക്കി ഉപജീവനം കഴിക്കുക. നീയൊക്കെ കഴിക്കുക. ആദർശ് മാറ്റി ഉച്ചോടുണ്ടെങ്കിൽ നീ എന്നോട് സംസാരിക്കുക. ഈ 15 ചോദ്യത്തിന് ഉത്തരം ഞാൻ തരാം നിനക്ക്. നീ യാക്കോബക്കാരോടോ ആരോടും ചോദിക്കണ്ട. യാക്കോബക്കാർ വികടരാണെങ്കിൽ നിങ്ങൾ തന്തയ്ക്ക് വരക്കാത്തവരാ. അതായത് നിങ്ങളും അവരെ പോലെ തെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കാലത്തെ ശവമടക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ല, അവർ സമ്മതിച്ചില്ല, രണ്ടും ഒരേ പന്തിയിൽ. പിന്നെ നീയൊക്കെ എന്തിനാ ഇപ്പം ഈ വ്യാഖ്യാനിച്ചുകൊണ്ട് വരുന്നത്? നിന്റെ ജോലി മറ്റൊരു സഭയെ കുറ്റം പറയുകയാണോ? അവരെന്താ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്? നിനക്ക് ചുഴയുണ്ട എന്നോട് പറ. നീയൊക്കെ സത്യക്രിസ്ത്യാനി, ഓർത്തഡോക്സ് സഭ, കള്ളൻ കൊലപാതക കേസിൽ 1-ാം പ്രതി ആയിരിക്കുന്ന കാതോലിക്ക. എടാ മക്കളെ പോരാ, നീ ഇതിൻ്റെ അപ്പുറത്തെ പറയാം. അവൻ്റെ ഇന്ന് മിറ്റിട്ടം കിട്ടുന്നുണ്ടായിരിക്കും. പറഞ്ഞു തരാം. ആരുടെ കാശ് കൊണ്ടാണ് ഈ കാതോലിക്ക 3 കാറെ സൂചിച്ച് നടക്കുന്നത്? ആരുടെ കാറേലാ? അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എത്ര ഡ്രസ്സ് മാറിയിട്ടിട്ടുണ്ട്. അവൻ പഠിച്ച സ്കൂൾ പോലും കാതോലിക്ക ആയിക്കഴിഞ്ഞപ്പോൾ സ്വന്തമാക്കാൻ നോക്കിയ തായോളിയാവൻ. നീ പറഞ്ഞുകൊണ്ട് വരുന്നല്ലേ മറ്റവരെല്ലാം തെറ്റുകാരും നീയൊക്കെ നല്ലവരും. നീ ചുണയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുക. അലക്സ് മാത്യു.